ഞാനൊരു രാജ്ഞിയും രാജമാതാവുമായിരുന്നു. എനിക്ക് വേറൊരു രാജ്യത്തേക്ക് അടിമയായി പോകേണ്ടി വന്നു. എൻ്റെ പേരിനോട് ഒരു ചില്ലക്ഷരം കൂട്ടിയാൽ ഇസ്രായേൽ മക്കൾ ആരാധിച്ചു വന്ന ഒരു പ്രതിഷ്ഠയുടെ പേരുമാണ്. എങ്കിൽ ഞാനാര്? നെഹുഷ്ട. 2 രാജാക്കന്മാർ 24-ാം അധ്യായം 8-15 വാക്യങ്ങൾ, 18-ാം അധ്യായം 4-ാം വാക്യം. 3 അക്ഷരമുള്ള ഞാൻ ബൈബിളിൽ ആകെ 3 പ്രാവശ്യമേ ഉള്ളൂ. യേശുവിനോടുള്ള ബന്ധത്തിലാണ് എന്നെ കാണുന്നത്. എനിക്ക് ചിലത് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. എങ്കിൽ ഞാനാർ? സ്പോങ്. മത്തായി 27-ാം അധ്യായം 48-ാം വാക്യം, മർക്കോസ് 15-ാം അധ്യായം 36-ാം വാക്യം, യോഹന്നാൻ 19-ാം അധ്യായം 29-ാം വാക്യം. ഞാൻ എൻ്റെ ജോലിയിൽ സാമർഥ്യമുള്ളവനായിരുന്നു. ഞാൻ ഒരു രാജാവിനോട് കൂടെ ഒരു പ്രത്യേക വസ്തു കൊണ്ടുള്ള വസ്ത്രം ഇട്ടു. ഞാനൊരു പ്രധാന വസ്തു ചുമക്കുന്നതിൻ്റെ മേൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാനാർ? കെനന്യാവ്. 1 ദിനവൃത്താന്തം 15-ാം അധ്യായം 22-27 വാക്യങ്ങൾ. ഞാൻ ബൈബിളിൽ ആകെ 2 പ്രാവശ്യമേ ഉള്ളൂ. മുക്കുവരാണ് എന്നെ ഉപയോഗിക്കുന്നത്. ചിലരുടെ സന്തോഷം കാരണം അവരെനിക്ക് സുഗന്ധവർഗം പുകച്ചു. ഞാനാർ? കോരുവല. ഹബക്കൂക്ക് 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. എന്നെ ബൈബിളിൽ ഒരേ ഒരു പ്രാവശ്യമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ എല്ലുകൾക്ക് മരുന്നാണ്, ഹൃദയങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയാണ്. എങ്കിൽ ഞാനാർ? ഒപ്പമുള്ള വാക്ക്. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 24-ാം വാക്യം. ഞാൻ ചിലർക്ക് പ്രിയപ്പെട്ടവനാണ്. എനിക്ക് 2 പേർ ചേർന്ന് വേറൊരാളെ കുറിച്ച് കത്തെഴുതി. എൻ്റെ സഹോദരിക്കും കൂടിയാണ് കത്തെഴുതിയത്. കത്ത് ലഭിച്ച ഞാനാർ? ഫിലേമോൻ. 1-2-10-18 വരെയുള്ള വാക്യങ്ങൾ. സന്ദേശവാഹകരുടെ കൂട്ടത്തിൽപ്പെട്ട ഞാൻ നല്ലവനാണ്. പക്ഷേ മഹാമോശക്കാരനായ ഒരുവൻ എന്നെപ്പോലെ മാറാറുണ്ട്. 6 അക്ഷരമുള്ള ഞാൻ ബൈബിളിൽ 1 പ്രാവശ്യമേ ഉള്ളൂ. എങ്കിൽ ഞാനാർ? വെളിച്ചദൂതൻ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ാം വാക്യം. ഞാനൊരു തെക്കത്തിയാണ്. ഞാനൊരുവൻ്റെ ബുദ്ധി തെളിയിക്കുവാനായി വന്നു. ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് കിട്ടി. ഞാനാർ? ശേബ രാജ്ഞി. മത്തായി 12-ാം അധ്യായം 42-ാം വാക്യം, 1 രാജാക്കന്മാർ 10-ാം അധ്യായം 1-13 വാക്യങ്ങൾ. എൻ്റെ ജന്മസ്ഥലം കനാൻ. എനിക്കൊരു ചേച്ചിയും അനുജത്തിയും ഉണ്ട്. എൻ്റെ മാതാപിതാക്കൾ ജാതീയരാണ്. എന്നെക്കുറിച്ച് ഒരു പഴഞ്ചൊല്ലുമുണ്ട്. എങ്കിൽ ഞാനാർ? യെരുശലേം. യെഹെസ്കേൽ 16-ാം അധ്യായം 3-44-46 വാക്യങ്ങൾ. എൻ്റെ 2 മക്കളെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അതിലൊരാൾ ഒരു കൂട്ടം യാത്രക്കാരുടെ അധ്യക്ഷനായിരുന്നു. വേറൊരു മകൻ ഒരാളുടെ പകർത്തെഴുത്തുകാരനായിരുന്നു. എങ്കിൽ ഞാനാർ? നേര്യാവ്.
ഇരമ്യാവ് 32-ാം അധ്യായം 12-ാം വാക്യം, 51-ാം അധ്യായം 59-ാം വാക്യം. എനിക്ക് പ്രായമായപ്പോൾ എൻ്റെ വാമഭാഗങ്ങൾ എന്നെ ചിലതിലേക്ക് ആകർഷിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച ഞാൻ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശാപത്തിന് കാരണമായി തീർന്നു. ഞാനാൾ. ശലോമോൻ 1 രാജാക്കന്മാർ 2-ാം അധ്യായം 45-ാം വാക്യം, 11-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒരുവൻ എന്നെ കൂടെ പോരുവാൻ ക്ഷണിച്ചുവെങ്കിലും എൻ്റെ പ്രായാധിക്യം മൂലം ഞാനത് നിരസിച്ചു. പകരം എൻ്റെ സേവകനെ അവൻ്റെ കൂടെ അയച്ചു. എനിക്ക് പകരം എൻ്റെ സേവകനെ അയച്ച ഞാനാർ. ബർസില്ലായി 2 ശമൂവേൽ 19-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ.